അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 16 ശനിയാഴ്ച. VD സതീശൻ മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാരെയും ഇന്ന് പ്രഖ്യാപിക്കും. ആരെല്ലാം മന്ത്രിമാരാകുമെന്ന് ചർച്ച പൂർത്തിയായി വരികയാണ്. എല്ലാ മന്ത്രിമാരും തിങ്കളാഴ്ച നടക്കുന്ന മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. SSLC പരീക്ഷയ്ക്ക് 99.07% വിജയം. വിജയിച്ച 4,14,290 വിദ്യാർത്ഥികളിൽ 30,514 പേർക്ക് ഫുൾ A+. കഴിഞ്ഞ തവണ 61,449 വിദ്യാർത്ഥികൾക്ക് ഫുൾ A+ ലഭിച്ചിരുന്നു. വിജയ ശതമാനത്തിൽ പെൺകുട്ടികളാണ് മുന്നിൽ, 99.22%. 20,771 പെൺകുട്ടികൾക്ക് ഫുൾ A+ ലഭിച്ചപ്പോൾ 9,743 ആൺകുട്ടികൾക്ക് മാത്രമേ ഫുൾ A+ നേടാനായുള്ളൂ. പുനർമൂല്യനിർണയത്തിന് 21 വരെ അപേക്ഷിക്കാം. +1 പ്രവേശന നടപടികൾ 25-ന് ആരംഭിക്കും. പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ രൂക്ഷ വിമർശനവുമായി CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയ തീരുമാനം തെറ്റാണെന്നും തിരുത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംരക്ഷിച്ചത് പാർട്ടിയെയല്ല ഭാര്യയെ മാത്രമാണെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. VD സതീശൻ മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകുമെന്ന് റിപ്പോർട്ടുകൾ. മുതിർന്ന നേതാവായ അദ്ദേഹം ആഭ്യന്തര വകുപ്പിനോടാണ് താൽപര്യം പ്രകടിപ്പിച്ചത്. VD സതീശനും ഹൈക്കമാൻഡിലെ നേതാക്കളും ഇടഞ്ഞുനിന്ന ചെന്നിത്തലയുമായി സംസാരിച്ച് അനുനയിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ രമേശ് ചെന്നിത്തല UDF യോഗത്തിൽ പങ്കെടുത്തില്ല. തിങ്കളാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയും എത്തും. ക്ഷണം അദ്ദേഹം സ്വീകരിച്ചു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എന്നിവരെയും ചീഫ് സെക്രട്ടറി ക്ഷണിച്ചിട്ടുണ്ട്. പുതിയ കാർ വേണ്ടെന്നും നിലവിലുള്ള കാർ ഉപയോഗിക്കുമെന്നും നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. കാറിന്റെ നിറമൊന്നും വിഷയമല്ല. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ച് പുതിയ വാഹനം വാങ്ങിപ്പിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും സതീശൻ. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ലീഗ് സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കോൺഗ്രസ് ഹൈക്കമാൻഡാണ് എല്ലാ വശവും പരിശോധിച്ച് തീരുമാനമെടുത്തത്. മന്ത്രിമാരുടെ കാര്യത്തിൽ ലീഗ് അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരുണ്ടാകുമോ എന്ന ചോദ്യത്തിന് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പ്രതികരിച്ചു. ഒരുപാട് പിച്ച് ചീന്തിയതല്ലേ എന്ന വൈകാരിക പ്രതികരണവുമായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുൻനിരയിലുണ്ടായിരുന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തിരുവനന്തപുരത്തെത്തി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, PC വിഷ്ണുനാഥ്, പഴകുളം മധു, K ജയന്ത്, പ്രവീൺ കുമാർ, മാത്യു കുഴൽനാടൻ എന്നിവർ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലെത്തി. VD സതീശൻ കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം ബോസ്റ്റണിലായതിനാൽ പങ്കെടുക്കാൻ സാധിക്കില്ലെന്ന് തിരുവനന്തപുരം MP ശശി തരൂർ. ഇക്കുറി SSLC ഫലം പ്രഖ്യാപിച്ചത് 40 വർഷം മുൻപത്തെ റാങ്കുകാരി. 1986-ലെ SSLC 3ാം റാങ്കുകാരിയായിരുന്ന ഷർമിള മേരി ജോസഫ് IAS ആണ് SSLC ഫലം പ്രഖ്യാപിച്ചത്. SSLC പരീക്ഷയിൽ ഉപരിപഠനത്തിന് അർഹത നേടിയ വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചും പരാജയപ്പെട്ടവർക്ക് ആത്മവിശ്വാസം പകർന്നുമുള്ള സന്ദേശവുമായി നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. പരീക്ഷാ വിജയം മാത്രമല്ല ജീവിത വിജയമെന്ന് അദ്ദേഹം കുട്ടികളെ ഓർമ്മിപ്പിച്ചു. SSLC പരീക്ഷയിൽ വിജയം നേടിയ കുട്ടികളെ അഭിനന്ദിച്ച് KC വേണുഗോപാൽ. പ്രതീക്ഷിച്ച വിജയം നേടാനാകാതിരുന്നവർ നിരാശരാകരുത്. വിജയത്തിലേക്കുള്ള ചവിട്ടുപടി മാത്രമാണത്. പതറാതെ ആത്മവിശ്വാസത്തോടെ മുന്നേറുക. വിജയിച്ചവർ മുന്നോട്ടുള്ള വഴികൾ ശ്രദ്ധാപൂർവം തെരഞ്ഞെടുക്കുക എന്നായിരുന്നു KC വേണുഗോപാലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്.
സംസ്ഥാനത്ത് കാലവർഷം നേരത്തെ എത്തും. ഈ മാസം അവസാന വാരത്തോടെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എത്തിച്ചേരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മധ്യവടക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ദേശീയപാത 66-ൽ വെള്ളക്കെട്ട് പരിഹരിക്കാൻ 34.8 കോടി രൂപ അനുവദിച്ചു. ഇതിൽ 10.91 കോടി രൂപ മലപ്പുറം ജില്ലയ്ക്കും 14.92 കോടി രൂപ തൃശൂർ ജില്ലയ്ക്കും 8.97 കോടി രൂപ കൊല്ലം ജില്ലയ്ക്കുമാണ് വകയിരുത്തിയിരിക്കുന്നത്. ബിജെപി കോർ കമ്മിറ്റി യോഗത്തിൽ PC ജോർജിനും ഷോൺ ജോർജിനും കടുത്ത വിമർശനം. വോട്ടെണ്ണും മുൻപ് ജോർജും ഷോണും സഭാ അധ്യക്ഷന്മാരെ വിമർശിച്ചത് ശരിയായില്ലെന്ന് നേതാക്കൾ പറഞ്ഞു. ഇങ്ങനെയായാൽ എങ്ങനെ ക്രൈസ്തവ വോട്ട് കിട്ടുമെന്നും നേതാക്കൾ യോഗത്തിൽ ചോദിച്ചു. പോലീസ് സ്റ്റേഷനുകളിലെ ലോക്കപ്പിലുള്ള പ്രതികളെ അടിവസ്ത്രം മാത്രം ധരിക്കാൻ അനുവദിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി വേണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ഇക്കാര്യത്തിൽ പോലീസ് ആസ്ഥാനത്തു നിന്നും നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഉറപ്പുവരുത്തണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. ദുൽഖർ സൽമാന്റെ ഒരു വാഹനം കൂടി കസ്റ്റംസ് പിടിച്ചെടുത്തു. ഓപ്പറേഷൻ നംഖോറിന്റെ ഭാഗമായാണ് നീക്കം. കളമശ്ശേരിയിലെ സിഗ്നേച്ചർ കാർസിൽ സൂക്ഷിച്ച നിസാൻ പെട്രോൾ കാറാണ് പിടിച്ചെടുത്തത്. ലക്കി ഭാസ്കർ സിനിമയിൽ ഉപയോഗിച്ച വാഹനമാണ് ഇത്. കോഴിക്കോട് മാങ്കാവിന് സമീപം സ്വകാര്യ ആശുപത്രിക്ക് മുന്നിൽ KSRTC ബസ് നിർത്താത്തതിൽ പ്രതിഷേധിച്ച് ബസിന്റെ വശത്തെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ച യുവതിയെ പിഴ ഈടാക്കി വിട്ടയച്ചു. 25,000 രൂപ പിഴ ഈടാക്കി KSRTC അധികൃതർ കേസ് ഒത്തുതീർപ്പാക്കുകയായിരുന്നു. പേരാമ്പ്രയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് ഗർഭിണി വെന്തുമരിച്ചു. ഭർത്താവിന് ഗുരുതരമായി പരിക്കേറ്റു. ചെറുവണ്ണൂർ സ്വദേശി പൂവത്തുംചാലിൽ ലാലുവിന്റെ ഭാര്യ സോനയാണ് മരിച്ചത്. ഡോക്ടറെ കാണിച്ച് തിരിച്ചുവരവെ സോന കാറിന്റെ പിൻസീറ്റിലാണ് ഇരുന്നത്. വാഹനം ഓടിച്ചിരുന്നത് ഭർത്താവ് ലാലുവാണ്. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ചെറുപ്പമാണെന്നും ഊർജ്ജസ്വലനാണെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലി. കേരളത്തിന്റെ വികസനത്തിന് എല്ലാ പിന്തുണയും സഹായവും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. മെഡിക്കൽ പഠന പ്രവേശന പരീക്ഷയായ നീറ്റിന്റെ ചോദ്യപേപ്പർ ചോർന്ന കേസിൽ സൂത്രധാരനെ CBI അറസ്റ്റ് ചെയ്തു. മഹാരാഷ്ട്ര ലാത്തൂർ സ്വദേശിയും കെമിസ്ട്രി അധ്യാപകനുമായ PV കുൽക്കർണിയാണ് അറസ്റ്റിലായത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് വേണ്ടി ചോദ്യപേപ്പർ തയ്യാറാക്കിയ സംഘത്തിലെ അംഗമാണ് ഇയാളെന്ന് CBI. ഉത്തർപ്രദേശിൽ പെരുമഴ മൂലം വൻ നാശനഷ്ടങ്ങൾ. മരിച്ചവരുടെ എണ്ണം 117ആയി. 200-ലേറെ പേർക്ക് പരിക്കേറ്റു. മരങ്ങൾ കടപുഴകി വീണ് 300-ലേറെ വീടുകൾ തകർന്നു. പലയിടത്തും റോഡുകൾ ഒലിച്ചുപോയ നിലയിലാണ്. കർണാടകയിലെ ഹോസ്പേട്ടിൽ തുംഗഭദ്ര ഡാമിന് സമീപം ട്രാക്ടർ മറിഞ്ഞ് ഒരു കുടുംബത്തിലെ 6 പേർ മരിച്ചു. 13 പേർക്ക് പരിക്കേറ്റു. ഇവരെ ഹോസ്പേട്ടിലെയും കൊപ്ലയിലെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ചിലരുടെ നില ഗുരുതരമാണ്. 19 പേരാണ് ട്രാക്ടറിൽ ഉണ്ടായിരുന്നത്. ദാവൺഗരയിലെ സന്തൂരിൽ നിന്ന് ഹൂളിഗമ ക്ഷേത്ര ദർശനത്തിനായി തിരിച്ചവരാണ് അപകടത്തിൽപ്പെട്ടത്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും ടാലന്റ്, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. പഞ്ചാബിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പർ മതിയെന്ന് സംസ്ഥാനം ഭരിക്കുന്ന ആം ആദ്മി പാർട്ടി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വേണമെന്ന് BJP. തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത ഉറപ്പുവരുത്താനാണ് ബാലറ്റ് പേപ്പർ ഉപയോഗിക്കുന്നതെന്ന് AAP വാദിക്കുമ്പോൾ തോൽവി ഭയന്ന് ക്രമക്കേട് നടത്താനാണ് AAPയുടെ ശ്രമമെന്നാണ് BJPയുടെ ആരോപണം. ഇന്ധനം ലാഭിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുരക്ഷാ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ മുൻ സെക്രട്ടറി സാമന്ത് ഗോയൽ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട ആക്രമണങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയാണ് റോയുടെ മുൻ സെക്രട്ടറിയുടെ പ്രതികരണം. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചതിൽ കേന്ദ്ര സർക്കാരിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് രംഗത്ത്. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷമാണ് കേന്ദ്രം പെട്രോൾ വില വർദ്ധിപ്പിച്ചതെന്ന് വിജയ് വിമർശിച്ചു. ഇന്ധനവില വർധന അംഗീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ വിജയ് കേന്ദ്ര സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രകൾ സംബന്ധിച്ച ചോദ്യങ്ങളുമായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. രാഹുൽ ഇതുവരെ 54 വിദേശയാത്രകൾ നടത്തി. രാഹുൽ ഗാന്ധി എത്ര ദിവസം ഇന്ത്യയ്ക്ക് പുറത്ത് താമസിച്ചെന്നും വിദേശയാത്രയ്ക്കിടെ എത്ര ചെലവ് വന്നെന്നും റിജിജു ചോദിച്ചു.
യുദ്ധപ്രതിസന്ധിക്കിടെ ഇന്ത്യയ്ക്ക് 3 കോടി ബാരൽ പെട്രോളിയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE-യുമായി ഒപ്പുവച്ച കരാറിലാണ് ഈ ധാരണ. നിലവിലുള്ള വിവിധ സംഭരണികൾക്ക് പുറമെ ഗ്യാസ് ശേഖരവും വർദ്ധിപ്പിക്കും. കപ്പൽ നിർമ്മാണ മേഖലയിൽ കൊച്ചിൻ ഷിപ്പ്യാർഡുമായും കരാറുണ്ട്. UAE സന്ദർശനം കഴിഞ്ഞു മടങ്ങിയ പ്രധാനമന്ത്രി UAE പ്രസിഡന്റിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. UAE-ക്ക് നേരെ നടന്ന ആക്രമണങ്ങളെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആക്രമണങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. രാജ്യസുരക്ഷയ്ക്കും ഐക്യത്തിനും പരമാധികാരത്തിനും UAE എടുക്കുന്ന നടപടികൾ സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു. മേഖലയിലെ സങ്കീർണമായ സാഹചര്യങ്ങൾക്കിടയിലും UAE നേതൃത്വം പ്രകടിപ്പിക്കുന്ന വിവേകത്തെയും മനോധൈര്യത്തെയും അദ്ദേഹം പ്രശംസിച്ചു. അമേരിക്കൻ ചാരസംഘടനയായ CIA-യുടെ തലവൻ ജോൺ റാഡ്ക്ലിഫ് ക്യൂബൻ രഹസ്യാന്വേഷണ സംഘത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. ക്യൂബയ്ക്ക് മേൽ അമേരിക്ക കൂടുതൽ പിടിമുറുക്കിയേക്കുമെന്നുള്ള സൂചനകൾക്കിടെയാണ് നീക്കം. അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്ന് കടുത്ത ഇന്ധനക്ഷാമം നേരിടുകയാണ് നിലവിൽ ക്യൂബ. ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ അപ്രതീക്ഷിതമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് പാകിസ്ഥാന്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചാണെന്ന് ഡൊണാൾഡ് ട്രംപ്. താൻ ഈ വെടിനിർത്തലിന് അനുകൂലമായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെയും ഫീൽഡ് മാർഷലിനെയും പ്രശംസിച്ച ട്രംപ് അവരോടുള്ള ബഹുമാന സൂചകമായാണ് ഈ തീരുമാനമെടുത്തതെന്നും വ്യക്തമാക്കി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇനി അമേരിക്കയിലേക്ക്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണമേറ്റെടുത്ത് സെപ്റ്റംബർ 24-ന് ഷീ ജിൻപിങ് വൈറ്റ് ഹൌസ് സന്ദർശിക്കുമെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി അറിയിച്ചു. ട്രംപ് ചൈനീസ് സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിപ്പോയി. ഹജ്ജ് കർമ്മങ്ങൾക്കായി ഇതുവരെ 8,60,000-ത്തിലധികം തീർത്ഥാടകർ മക്കയിലെത്തി. ആകെ 15 ലക്ഷത്തിലധികം ഹാജിമാരെ സ്വീകരിക്കാനാണ് സൌദി അറേബ്യ ലക്ഷ്യമിടുന്നത്. 126 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഇടനിലക്കാരില്ലാതെ സേവനങ്ങൾ ബുക്ക് ചെയ്യാൻ നുസ്ക് സ്മാർട്ട് കാർഡുകളും പ്ലാറ്റ്ഫോമും ഇത്തവണ നിർബന്ധമാക്കിയിട്ടുണ്ട്. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 7 വിക്കറ്റിന് തകർത്ത് ലക്നൌ സൂപ്പർ ജയന്റ്സ്. ആദ്യം ബാറ്റ് ചെയ്ത് ചെന്നൈ ഉയർത്തിയ 188 റൺസിന്റെ വിജയലക്ഷ്യം മിച്ചൽ മാർഷിന്റെ വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറിയുടെ മികവിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി 16.4 ഓവറിൽ ലക്നൌ മറികടന്നു. 38 പന്തിൽ 90 റൺസടിച്ച മിച്ചൽ മാർഷാണ് ലക്നൌവിന്റെ വിജയശില്പി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.